അസ്സലാമു അലൈക്കും. 1.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാലച്ചിറ മുസ്ലിം ജമാഅത്തിൽപ്പെടുന്ന തെങ്ങുവിള കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാനുഭാവനായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം ഹബീബ് ഹാജി തങ്ങൾ. സമാധാനപ്രിയനായിരുന്ന ഹബീബ് ഹാജി തങ്ങൾ ദിവ്യാത്മക പ്രവർത്തനത്തിൽ വ്യാപൃതനായിരുന്നു. സർവലോക രക്ഷിതാവായ, ദിവ്യനായ, ശ്രേഷ്ഠനുമായ, സൃഷ്ടി സംഹാരനായ, ജഗൽ നിയന്താവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതനായ ഹബീബ് ഹാജി തങ്ങൾ പല സ്ഥലത്തും പലവിധ കറാമത്തുകൾക്കും പ്രചോദനം നൽകിയിരുന്നു. വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും മറുനാടുകളിൽ ചെറുപ്പം മുതൽക്കേ തൗഹീദിന്റെ തണലിൽ ആരെയും ആകർഷിക്കുന്ന നൈപുണ്യത നിറഞ്ഞ പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും പലരെയും ഇസ്ലാമിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ഹാജി തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ പവിത്രതയാർന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് അറേബ്യൻ മണലാരണ്യത്തിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഹാജി തങ്ങൾ യാത്രാമധ്യേ തഞ്ചാവൂർ വന്നെത്തുകയും അവിടെ ഇസ്ലാം മത പ്രബോധനങ്ങൾക്ക് പ്രചോദനം നൽകുകയും പലവിധ കറാമത്തുകളും നടത്തി പലരുടെയും വിശ്വാസമാർജിക്കുകയും ഒരു വൻപിച്ച ജനവിഭാഗം തങ്ങളുടെ അനുയായികളാവുകയും ചെയ്തു. അനുദിനമെന്നോണം ഹബീബ് ഹാജി തങ്ങൾ അത്ഭുതകരമായ കറാമത്തുകൾ കൊണ്ട് കൂടുതൽ മതവിശ്വാസികളെ തങ്ങളുടെ അനുയായികളാക്കുവാൻ സാധിച്ചു. തങ്ങളുടെ പ്രവർത്തനം നിശ്ചലമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ തഞ്ചാവൂർ രാജാവ് ഹാജി തങ്ങളോട് സ്നേഹമായി പെരുമാറുകയും തങ്ങളുടെ കറാമത്തുകൾ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരു പന്തയത്തിൽ പങ്കെടുക്കണമെന്നും അതിൽ നിങ്ങളുടെ കറാമത്ത് വിജയിക്കുകയാണെങ്കിൽ തങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സഹകരിക്കാമെന്നും ഔലിയാക്കളുടെ കറാമത്തുകൾ വിശ്വസിക്കാമെന്നും രാജാവ് വാഗ്ദാനം നൽകി. രാജാവ് നിശ്ചയിക്കുന്ന പന്തയം എന്താണെന്നും എന്തു തീരുമാനമാണെന്നും മനസ്സിലാക്കാതെ സധൈര്യം ഹബീബ് ഹാജി തങ്ങൾ രാജാവിന്റെ വാഗ്ദാനം സ്വീകരിച്ചു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഹാജി തങ്ങളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുകയും വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാജാവ് പന്തയ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു കബറിൽ അടക്കം ചെയ്യുകയും 41 ദിവസം ഈ കബറിനുള്ളിൽ കഴിയണമെന്നും 41-ാം ദിവസം കബർ പൊളിക്കുമ്പോൾ ജീവനോടുകൂടി പുറത്തു വരണമെന്നുമായിരുന്നു രാജാവിന്റെ പന്തയ തീരുമാനം. രാജാവിന്റെ കൽപ്പനപ്രകാരം അപാരമായ കബറുകൾ ഉണ്ടാക്കി. കരാറിന്റെ നിശ്ചിത ദിവസം രാജാവിന്റെയും വലിയൊരു ജനസമൂഹത്തിന്റെയും സാന്നിധ്യത്തിൽ കബറിൽ ഹാജി തങ്ങളെയും അടക്കം ചെയ്തു. കബറിന് ചുറ്റും രാജോചിതമായ പട്ടാളത്തെ നിയോഗിക്കുകയും കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. രാജാവിന്റെ കരാർ അനുസരിച്ച് 41-ാം ദിവസം ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ പൊളിച്ചുമാറ്റി. ബഹുമാന്യരായ കറാമത്തിന്റെ കൺമണിയായ അള്ളാഹുവിന്റെ അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതരായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകാ പുരുഷനായ ഔലിയാക്കളുടെ പിൻഗാമിയായ കറാമത്തിന്റെയും യുക്തവും ശക്തവുമായ പ്രവർത്തനം ജനഹൃദയങ്ങളിൽ പകർത്തിയെടുത്ത ഹബീബ് ഹാജി തങ്ങൾ തക്ബീർ ധ്വനികളോടുകൂടി വിജയശ്രീ ലാളിതനായി സന്തോഷഹർഷത്താൽ കബറിനുള്ളിൽ നിന്നും രാജാവിനെയും കൂട്ടരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എഴുന്നേറ്റു വന്നു. ബഹുമാനപ്പെട്ട ഹാജി തങ്ങളുടെ അത്ഭുതത്തിന്റെ പ്രതിഭാസങ്ങൾ കണ്ട രാജാവ് ഉടൻ തന്നെ ഹാജി തങ്ങളെ രാജകൊട്ടാരത്തിലേക്ക് ആനയിച്ചു. എല്ലാവിധ രാജപദവികളിലും സ്വീകരിക്കുകയും ഹാജി തങ്ങളുടെ പ്രശസ്തിയെ പ്രകീർത്തിക്കുന്ന രാജോചിതമായ ഒരു കിരീടവും മറ്റു പലവിധ പാരിതോഷികങ്ങളും രാജാവ് ഹബീബ് ഹാജി തങ്ങൾക്ക് സമ്മാനമായി നൽകി. വളരെ കാലം അന്യരാജ്യങ്ങളിൽ സഞ്ചരിച്ച് പേരും പെരുമയും പ്രശസ്തിയും കരസ്ഥമാക്കിയ ഹാജി തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ജലമാർഗം വള്ളത്തിൽ യാത്ര ചെയ്ത് നടയറക്കടവിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു കടയിൽ വിശ്രമിച്ച ശേഷം പാലച്ചിറയിൽ വന്നെത്തുകയും ചെയ്തു. വീട്ടിലെത്തിയ തങ്ങൾ ബന്ധുമിത്രാദികളെയും കുടുംബക്കാരെയും സന്ദർശിച്ച് സ്നേഹാദരങ്ങൾ കൈമാറി. ബഹുമാന്യനായ ഹബീബ് ഹാജി തങ്ങൾ കറാമത്തുകളുടെ മഹാനായിരുന്നു. ഈ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയും ദീനീ സേവകനും സാധുക്കളുടെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് സഹാനുഭൂതി നിറഞ്ഞ സഹൃദയനുമായിരുന്നു.
സൗന്ദര്യം തുളുമ്പുന്ന സുമുഖനായ ആരോഗ്യ ദൃഢഗാത്രനും ഉയരം കൂടിയ ഒരാളുമായിരുന്നു ഹബീബ് ഹാജി തങ്ങൾ. അദ്ദേഹത്തിന്റെ നിസ്തുലമായ സേവനം ഈ നാട്ടിലും പരിസര പ്രദേശങ്ങൾക്കും സ്തുത്യർഹമായിരുന്നു. ബന്ധുമിത്രാദികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ സ്വദേശമായ പാലച്ചിറയിൽ നിന്നും വിവാഹബന്ധം നടത്തുകയും തെങ്ങുവിള കുടുംബത്തിൽ കുടുംബജീവിതം നയിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഒരു മകളും മകനും സന്താനങ്ങളായി ജനിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യം ജനഹൃദയങ്ങളിൽ പകർത്തിയ ശ്രീനാരായണ ഗുരുദേവനും ബഹുമാനപ്പെട്ട ഹബീബ് ഹാജി തങ്ങളും പരസ്പരം കാണാറുണ്ടായിരുന്നു. അവർ പരസ്പരം സ്നേഹാശംസകൾ കൈമാറുകയും പതിവാക്കിയിരുന്നു. ഗുരുദേവൻ ഹാജി തങ്ങളെ അന്വേഷിച്ച് പാലച്ചിറ വരികയും ശിവഗിരിയിലെത്തി ഗുരുദേവനുമായി സ്നേഹബന്ധം പുലർത്തിയിരുന്നതായും പറയപ്പെടുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ മകളുടെ വിവാഹം നടത്തുന്ന ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടി നിർമ്മിച്ച പന്തൽ വിവാഹാനന്തരം പൊളിച്ചു മാറ്റരുതെന്നും എന്റെ മരണാനന്തര കാര്യങ്ങൾ കൂടി ഈ പന്തലിൽ വെച്ച് നടത്തണമെന്നും മുൻകൂട്ടി ഹബീബ് ഹാജി തങ്ങൾ വസിയത്ത് ചെയ്തിരുന്നതായി പറയുന്നു. ഇതിനിടയിൽ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഒരു നിസ്കാരപ്പള്ളിയും അതിനകത്ത് ഒരു ഖബർ ഉണ്ടാക്കണമെന്നും വേണ്ടപ്പെട്ടവരോട് പറയുകയും കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹബീബ് ഹാജി തങ്ങൾക്ക് പെട്ടെന്ന് പനി അനുഭവപ്പെടുകയും സുസ്മേരവദനായി ചുറ്റും ഇരുന്നവർക്ക് ദുഃഖപങ്കിലമായ കാഴ്ചപ്പാടിൽ നിന്നും സന്തോഷത്തിന്റെയും സഹൃദയത്തിന്റെയും പൂച്ചെണ്ടുകൾ നൽകിയും പലവിധ ഒസിയത്തുകൾ പറഞ്ഞും പുഞ്ചിരി തൂകിയ അധരങ്ങളും അത്ഭുതകരമായ പ്രവർത്തനങ്ങളുമായി കിടന്നിരുന്ന ബഹുമാനപ്പെട്ട ഹബീബ് ഹാജി തങ്ങൾ അരുമസന്താനങ്ങളായ മക്കളെയും സഹധർമ്മിണിയെയും ബന്ധുക്കളെ ഏൽപ്പിച്ചുകൊണ്ട് തൗഹീദിന്റെ തണലേകിയ കറാമത്തിന്റെ പർദീസ അണിഞ്ഞ ഹബീബ് ഹാജി തങ്ങൾ ഈമാനിന്റെ പരിമളം അടിച്ചു വീശിക്കൊണ്ട് പാതിരാവിന്റെ അന്ധകാരതയിൽ പ്രകാശധാര പരത്തിക്കൊണ്ട് സുബഹി സമയത്ത് ഫജർ സാദിക്കിന് മുൻപ് ബഹുമാനപ്പെട്ട ഹബീബ് ഹാജി തങ്ങൾ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാടിന്റെ നാനാഭാഗത്തു നിന്നും മരണവാർത്ത അറിഞ്ഞു വന്ന ആയിരക്കണക്കിന് ആളുകളുടെയും നാട്ടുപ്രമാണികളുടെയും മതപണ്ഡിതന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ തങ്ങൾ വസിയത്തു ചെയ്തിരുന്ന പ്രകാരം നിർമ്മിച്ച ഖബറിനുള്ളിൽ അടക്കം ചെയ്തു. ഈ അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദ് അത്യുച്ചത്തിൽ എല്ലാവരും ചൊല്ലിയിരുന്നു. വിമ്മിപ്പൊട്ടുന്ന ഹൃദയത്തോടും വിതുമ്പുന്ന ചുണ്ടുകളോടും അവസാനമായി മർഹൂം ഹാജി തങ്ങൾക്ക് സലാമുൻ അലൈക്കും ദാറൽ ഖൗമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ശേഷം തങ്ങളുടെ മഖ്ബറ സിമന്റ് കൊണ്ട് വാർക്കുകയും നമസ്കാര സൗകര്യത്തിനും ഖബർ സിയാറത്തു നടത്തുവാനും സൗകര്യപ്രദമായ രീതിയിൽ കെട്ടിടം പണിതീർത്തു. വേണ്ടപ്പെട്ടവരും മറ്റു നേർച്ചക്കാരും നിത്യവും തങ്ങളുടെ മഖ്ബറയിൽ സിയാറത്തു നടത്തുവാൻ എത്തിയിരുന്നു. പലരുടെയും തീരാത്ത രോഗങ്ങൾ തീരുന്നതിനു വേണ്ടി നേർച്ചകൾ നിയ്യത്താക്കുകയും തങ്ങളുടെ ബർക്കത്തുകൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും രോഗങ്ങൾക്ക് ശാന്തി ലഭിച്ചിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം സന്ധ്യയോടടുത്ത് ദിക്റുകളും സലാത്തും ഖുർആൻ പാരായണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ മഖ്ബറയിൽ നിന്നും ഒരു ശബ്ദമുണ്ടാവുകയും ഖബറിന്റെ ഉൾഭാഗം കാണത്തക്ക രീതിയിൽ ഒരു ദ്വാരമായി കാണുകയും പലവിധ വർണ്ണങ്ങളിലുള്ള പ്രകാശങ്ങൾ മുകളിലോട്ട് പരക്കുകയും മഖ്ബറയ്ക്ക് മുകളിൽ കെട്ടിയിരുന്ന തുണിയിലും റൂമിനകത്തും മിന്നിത്തിളങ്ങുന്നതായി കണ്ടു. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ദിവസങ്ങളോളം ഈ മഹാത്ഭുതം നിലനിൽക്കുകയും നിരവധി ആൾക്കാർക്ക് ഇത് നേരിൽ കാണുവാനും തങ്ങളുടെ കറാമത്തിന്റെ ദിവ്യശക്തി മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചിരുന്നു. ദിവസങ്ങൾ പലതു കഴിഞ്ഞു. ആ പ്രകാശം തനിയെ അണയുകയുണ്ടായി. ഇങ്ങനെ നിരവധി കറാമത്തുകളുടെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. വഫാത്തിന് ശേഷം ഓരോ വർഷവും റബീഉൽ ആഖിർ 5 തങ്ങളുടെ പാവന സ്മരണ ഉണർത്തുന്നതിന് ആണ്ടുനേർച്ച നടത്തപ്പെടുന്നു. പ്രസ്തുത കർമ്മത്തിൽ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നു. രാവിലെ 8 മണി മുതൽ റാത്തീബ് മൗലൂദ് പാരായണങ്ങൾക്ക് ശേഷം നേർച്ചയിൽ വന്ന് എത്തപ്പെട്ടവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യപ്പെടുന്നു.
തുടർന്ന് അന്നദാനം എന്നിവയാണ് ആണ്ടുനേർച്ചയുടെ പ്രത്യേകതകൾ. മഗ്രിബ് നമസ്കാരാനന്തരം അറവനമുട്ട് ഉൾപ്പെടെ ആരംഭിക്കുന്നു. ഹബീബ് ഹാജി തങ്ങളുടെ ചാരത്തു നിന്നും ആരംഭിക്കുന്ന പാലച്ചിറ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മർഹൂം സയ്യിദ് പനമുട്ടിൽ തങ്ങളുടെ വിശ്രമസ്ഥലമായിരുന്ന ഇന്നത്തെ ടൗൺ ജുമാ പള്ളിയിലെത്തി അവിടുത്തെ ഇമാമിന്റെ ദുആയോട് മടങ്ങി ഘോഷയാത്ര മക്ബറയിൽ എത്തിച്ചേരുന്നു. ബഹുമാനപ്പെട്ടവരായ പനമൂട്ടിൽ മർഹൂം സയ്യിദ് ഔലിയായുടെയും തെങ്ങുവിള മക്ബറയിലെ മർഹൂം ഹബീബ് ഹാജി തങ്ങളുടെയും കറാമത്തിന്റെ പറുദീസകൾ ഇന്നാട്ടിനും നാട്ടുകാർക്കും എന്നെന്നും പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമീൻ ആമീൻ യാ റബ്ബിൽ ആലമീൻ. ട്രെയിൻ മാർഗം വരുന്നവർ വർക്കല ഇറങ്ങി കല്ലമ്പലം ബസ്സിൽ കയറി പാലച്ചിറ ജംഗ്ഷനിൽ ഇറങ്ങണം. ബസ് മാർഗം വരുന്നവർ കല്ലമ്പലം വർക്കല ബസ്സിൽ കയറി പാലച്ചിറ ജംഗ്ഷനിൽ ഇറങ്ങണം. ഇവിടെ നിന്നും 200 മീറ്റർ ദൂരത്തിലാണ് മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രസിദ്ധീകരിക്കുന്നത് തെങ്ങുവിള കുടുംബം, പാലച്ചിറ.